എന്ന് കിട്ടണം. കിട്ടില്ല. എനിക്ക് കിട്ടുന്നില്ല പെട്ടെന്ന് അങ്ങനെ 90s അല്ലേ? ഇത് എന്ത് രീതിയിലുള്ള ഏലിയനാണ്, എന്ത് ഏലിയൻ പല രീതിയിലാവാലോ. ഏലിയൻ എനിക്ക് പെട്ടെന്ന് സാക്ഷാൽ ശ്രീമൻ ചാത്തുണ്ണി ഓർമ്മ വന്നു. തുടക്കകാലത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളൊക്കെയും ഹ്യൂമർ ഓറിയന്റഡ് ആയിരുന്നു. ഹ്യൂമർ മടുത്തിട്ടാണ് ഞാൻ വേറെ പരിപാടി എക്സ്പ്ലോർ ചെയ്യാൻ. അവരജംലി എൻ്റെ കരിയറിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ബ്രേക്ക് തന്നതാണ്. പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാ രീതിയിലും എനിക്ക് മുകുന്ദനൊക്കെ ഇന്നും ഇപ്പോൾ തുടരും വരെ ആണെങ്കിലും എനിക്ക് ആവറേജംലി റെഫറൻസ് വെച്ചിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു സൗണ്ട്സ്കേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. സൗണ്ടിലൊരു വേൾഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൗണ്ടിലായാലും മ്യൂസിക്കും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു വേൾഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. ഭയങ്കര തീവ്രമായിട്ടുള്ള ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ടിൽ ഉപയോഗിക്കാവുന്ന വാക്കുകളായിരിക്കില്ല ഒരു കോമഡി ആയിട്ടുള്ള ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സാധനം എഴുതുമ്പോൾ. പിന്നെ ആ മൊട്ട ലുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയി നമുക്ക്. അത് അജുവേട്ടനെ നമ്മളിതുവരെ കാണാത്ത രീതിയിൽ ഒരു രൂപത്തിൽ കിട്ടി. ഓപ്പോസിറ്റ് പുള്ളിയാണെങ്കിൽ അത് വില്ലൻ. കേരളത്തിലേക്ക് ഒരു ഏലിയൻ ഇറങ്ങാൻ പോവുകയാണ്. പ്ലൂട്ടോ സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ആദിത്യൻ ചന്ദ്രശേഖർ, നീരജ് മാധവ്, അൽതാഫ് സലീം ആൻഡ് ആഷ ബൈജു. സാധാരണ മലയാളത്തിൽ അങ്ങനെ ഒരു ഏലിയൻ കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഒരു അന്യഗ്രഹ ജീവികളുടെ പശ്ചാത്തലത്തിൽ വരുന്ന അങ്ങനെ കഥകൾ അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാം. അപ്പോൾ കേരളത്തിലേക്ക് ഒരു ഏലിയൻ എത്തുന്നു, അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതിന്റെ ഉത്തരം തന്നെയാണ് ബ്രോ ഇപ്പോൾ പറഞ്ഞത്. അപൂർവം ആണെന്നുള്ളത്. അതെ, നമ്മളെ കുറച്ചും കൂടി റെയർ ആയിട്ടുള്ള കഥകളൊക്കെ പറയാന്നുള്ളതാണ് നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ്. സോ അങ്ങനെ എത്തിയതാണ് ഇവര്. മുൻപ് പറഞ്ഞിട്ടില്ലാത്തൊരു കഥ അല്ലെങ്കിൽ മുൻപ് കൈകാര്യം ചെയ്തിട്ടില്ലാത്തൊരു ജോണർ ആകുമ്പോൾ അതിൽ ഭയങ്കരമായിട്ടുള്ള വെല്ലുവിളി ഉണ്ടാവില്ലേ? എങ്ങനെ അത് പറയണം, അതിൻ്റെ ഒരു വോയിസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ അതുണ്ടായിരുന്നോ? അത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. നമുക്ക് എൻജോയബിൾ ആവുന്ന രീതിയിൽ അത് പറയാന്നുള്ളത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. മാക്സിമം ഫ്രഷ് ആയിട്ട് പറയാം. കാരണം ഈ പറഞ്ഞ പോലെ തോട്ട് തന്നെ കുറച്ച് ഫ്രഷാണ്. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് ഈ പറഞ്ഞ വിഷ്വലി ആയാലും ഇതിൻ്റെ ഒരു മേക്കിങ്ങിലായാലും ട്രീറ്റ്മെന്റിലായാലും കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് നമുക്ക് മോണിറ്ററിൽ കാണുന്ന സമയത്ത് എൻജോയബിൾ ആണോ എന്ന് നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ അൽത്താഫിനെ ഈ ഒരു വേഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഏലിയൻ എന്നുള്ളൊരു വേഷത്തിലേക്കാണ് ഉള്ളത് എന്നറിഞ്ഞപ്പോൾ അതിനൊരു ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? ഇത് അല്പം റിസ്ക് ആണല്ലോ എന്ന് തോന്നിയിരുന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, മീൻസ് ഇങ്ങനത്തെ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ സ്ക്രീൻ പ്ലേ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് വായിക്കാം. ഇപ്പൊ വായിച്ചു കഴിയുമ്പോൾ ഇത് എന്ത് രീതിയിലുള്ള ഏലിയനാണ്, എന്ത് ഏലിയൻ പല രീതിയിലാവാലോ. പക്ഷെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന, നമുക്ക് അന്ന് പുള്ള് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഞാൻ ഓക്കെ നമുക്കെന്നാ മുന്നോട്ട് പോകാമെന്ന് ഒരിടത്ത് പറഞ്ഞത്. നീരജിന് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ നമുക്ക് ഏലിയൻ്റെ എലമെൻ്റ് ഒന്ന് മാറ്റി വെക്കാം, എന്നാലും പിന്നെയും നമ്മളെ ഇതിലോട്ട് ആകർഷിക്കുന്ന ഒരു പെർട്ടിക്കുലർ എലമെൻ്റ് ഉണ്ടായിരുന്നോ? ഹ്യൂമർ തന്നെയായിരുന്നു. ബേസിക്കലി ഒരു ലൈക്കബിൾ ക്യാരക്ടർ ബോയ് നെക്സ്റ്റ് ഡോർ പരിപാടി നമ്മൾ മുന്നേ ഞാൻ വളരെ കംഫർട്ട് സോണിൽ ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളാണ് തുടക്കകാലങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഒരു സ്പേസിലേക്ക് ആൾക്കാർക്ക് ഔട്ട് ആൻഡ് ഔട്ടിൽ തുടക്കം മുതൽ അവസാനം വരെ ചിരിച്ചു കാണാൻ പറ്റിയൊരു സിനിമ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ ആദ്യം കണ്ടത്. ഏലിയൻ അതിൻ്റെ ഒരു ആഡ് ഓൺ ആസ്പെക്ട് മാത്രമായിട്ടാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു സിനിമ സൈഫൈയിൽ കൂടെ പറയുമ്പോൾ അതിലൊരു പുതുമയുണ്ട്, എന്നാൽ അതിൽ ചിരിക്കാനുള്ള ഒരു സ്കോപ്പും ഉണ്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു കഥാപാത്രമുണ്ട്, ഒരു എന്റർടൈൻമെന്റ് പാക്കേജ്, ചിരിച്ചു കാണാൻ പറ്റുന്ന ഒരു സിനിമ. അതെ, അത് എനിക്ക് അങ്ങനെയുള്ള സിനിമകൾ മിസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇത് അങ്ങനെ ഒരു സിനിമയാകും, അതിനുള്ള പൊട്ടൻഷ്യൽ അതിനകത്ത് കാണുന്നുണ്ടായിരുന്നു. ഹ്യൂമർ ചെയ്യാന്നുള്ളൊരു ആംഗിൾ ഉണ്ടായിരുന്നു. ഹ്യൂമർ ആണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് എനിക്ക് പേഴ്സണലി. എനിക്കത് വലിയ എഫേർട്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇവിടെ തുടക്കകാലത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളൊക്കെയും ഹ്യൂമർ ഓറിയന്റഡ് ആയിരുന്നു. ഈ പറയുന്ന സപ്തമശ്രീ, തസ്കരയായാലും, അടികപ്പേര്, കൂട്ടമണി, കുഞ്ഞിരാമായണം, ഇതിലൊക്കെ നമ്മൾ ആ പെർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ കൂടെ ചേർന്ന് സിങ്ക് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം അത് പിന്നീട് എവിടെയോ അത് ചെയ്യുന്നത് വളരെ വേറെ കുറച്ചും കഥാപാത്രങ്ങളിലേക്ക്, അല്ല അതും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് അത് വളരെ ഡെലിബറേറ്റ് ഡിസിഷൻ ആയിരുന്നു. ഹ്യൂമർ മടുത്തിട്ടാണ് ഞാൻ വേറെ പരിപാടി എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ട്. പക്ഷെ ഇതൊരു സൈക്കിൾ ആണല്ലോ, നമുക്ക് പിന്നെ വീണ്ടും തിരിച്ചത് ചെയ്യണം. അതെ അതെ അതെ. ഇപ്പം ആർഷയാണെങ്കിൽ ആദ്യമായിട്ടല്ല ഇപ്പോൾ ആദിത്യനായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ആവറേജംബ്ലി എന്ന് പറയുന്ന ആ മിനി വെബ് സീരീസ്
വലിയ തോതിൽ ഒരു ആക്ട്രസ് അല്ലെങ്കിൽ പെർഫോമൻസ് എന്നുള്ള നിലയിൽ വിസിബിലിറ്റി തന്ന ഒരു വാക്കായിരുന്നല്ലേ? അല്ല, ആദിത്യനായിട്ട് ഒരു ആക്ടറിന് വർക്ക് ചെയ്യാൻ ഈസിയാണ്. ആദിത്യ ഒരു ആക്ടറും കൂടിയാണ്. അപ്പോൾ അതിന് കൺവേ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. മേ ബി ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമായിരിക്കും. എനിക്ക് അറിയാമായിരിക്കും ഒരു ആക്ടറിന്റെ ഒരു പരിപാടി എന്താണ്. അപ്പൊ അതനുസരിച്ച് ഈസിലി പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ എനിക്കെപ്പോഴും ആവറേജ് അമ്പിളിയിലാണെങ്കിലും പ്ലൂട്ടോയിലാണെങ്കിലും എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ആവറേജ് അമ്പിളി എൻ്റെ കരിയറിന്റെ തന്നെ ഏറ്റവും വലിയ ഒരു ബ്രേക്ക് തന്നതാണ്. പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാ രീതിയിലും എനിക്ക് മുകുന്ദനുണ്ണി തൊട്ട് ഇന്നും ഇപ്പൊ തുടരും വരെ ആണെങ്കിലും എനിക്ക് ആവറേജ് അമ്പിളി റെഫറൻസ് വെച്ചിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അതൊന്നും എൻ്റെ കരിയറിലൊരു വലിയ സംഭവമാണ്. ശരിയാണ്. ഇപ്പോൾ അധികം സിനിമകൾ ചെയ്തിട്ടില്ല, വന്നിട്ട് അധികം വർഷമായിട്ടില്ല. പക്ഷേ ആർഷ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതിപ്പം 18-ാം പടിയിലെ ആവട്ടെ, തുടരുമാവട്ടെ, മൂന്നിരുണ്ണി ആവട്ടെ, എല്ലാ ക്യാരക്ടറും ശ്രദ്ധ നേടിയിട്ടുണ്ട്. എന്തോ ഒരു പെക്യൂലിയർ ക്യാരക്ടറാണ് എന്ന്, അല്ലെങ്കിൽ ആ പെർഫോമൻസിന്റെ ഏതോ ഒരു ആസ്പെക്ട് ആളുകളുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇങ്ങനൊരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്കൊക്കെ എത്തി തുടങ്ങിയോ? നമുക്ക് വരുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. പക്ഷെ വരുന്നതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ആ സ്റ്റോറിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ആണോ എന്ന് നോക്കുക. അത്രയുള്ളൂ. എൻ്റെ ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലേ ഞാൻ എടുക്കുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഈ സൈഫൈ സ്റ്റോറിയിൽ. അപ്പം എങ്ങനെയായിരിക്കും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുക ഈ ക്യാരക്ടർ? ഉറപ്പായിട്ടും കഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. സ്റ്റോറിയിൽ എൻ്റെ ക്യാരക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ബാക്കി ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞത് കഥയിലുള്ളതായി പോകും. പക്ഷെ ആൻഡ് പ്ലൂട്ടോ എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത് ആ ഏലിയൻ കോൺസെപ്റ്റാണ്. കേരളത്തിലേക്ക് ഒരു ഏലിയൻ വരുന്നു, അതൊരു ഫൺ രീതിയിലാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ആ ഒരു ഇവരുടെ കോംബോയിലാണ് ആക്ച്വലി പടം നിൽക്കുന്നത്. അപ്പൊ അതിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും. ആർഷയുടെ ഫസ്റ്റ് സൈഫൈ എലമെന്റ് ഉള്ള പടം അല്ലല്ലോ ഇത്. അല്ലാതെ ഇതിന് മുമ്പ് തമിഴിലതെ. ഇതിന്റെ ഒരു കാസ്റ്റിംഗില് അൽത്താഫ്, നീരജ് ആ ഒരു കോംബോയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഇതിന്റെ ഇവരുടെ കാസ്റ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന സമയത്ത് അത് ഇതുവരെ വന്നിട്ടില്ലാത്തൊരു കോമ്പിനേഷനാണ്. ഇത് രണ്ടുപേരും ഒരുമിച്ചുള്ള മുന്നേ ഒരു പടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഈ തീം തൊട്ട് എല്ലാത്തിലും ആ ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കോമ്പിനേഷൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. എങ്ങനെയാണ് ഇത് പുൾ ഓഫ് ആകാൻ പോകുന്നത്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ അൽത്താഫിൻ്റെ ഒരു ഡയലോഗ് ഡെലിവറിയുടെ ഒരു പേസും ഇവർ രണ്ടുപേരെയും വളരെ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന സാധനം തന്നെ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാവും ഈ പടത്തിൽ. അങ്ങനെ ഒരു അവരുടേതായിട്ടുള്ള ട്രെയ്റ്റ്സ് ഉപയോഗിച്ചിട്ടാണോ ഈ ക്യാരക്ടേഴ്സിന്റെ കോമഡിയും സാധനം വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ രണ്ടുപേരുടെയും എത്ര ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞാലും രണ്ടുപേരുടെയും ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് പോയിന്റ് ആണ് ഹ്യൂമർ. സോ അത് നമുക്ക് ഒരു ആഡഡ് ഒരു ഇതുപോലെ കിട്ടുക. രണ്ടുപേരുടെയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹ്യൂമർ ആവുന്ന സമയത്ത് ദർ ആർ മോർ ചാൻസസ് ഓഫ് ഇറ്റ് വർക്കിംഗ്. കാരണം രണ്ടുപേർക്ക് രണ്ട് സെറ്റ് ഓഫ് ഹ്യൂമർ പരിപാടികളുണ്ട്. സോ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അൽത്താഫ് ഒരു ഡയറക്ടറോടാണ്. അപ്പം ഇങ്ങനൊരു റോള്, ഇങ്ങനെ ഒരു പടം എടുക്കാൻ അൽത്താഫ് തീരുമാനിക്കുകയാണെങ്കിൽ അൽത്താഫ് ഈ ഏലിയൻ ക്യാരക്ടറിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന ആരായിരിക്കും? എന്തെങ്കിലും ഫസ്റ്റ് വരുന്നൊരു നെയിം ഏതായിരിക്കും? ഈ സിനിമ ഞാൻ എടുക്കില്ല. അതല്ല, ഇങ്ങനെ കൺസെപ്റ്റ് വരികയാണെങ്കിൽ ആദ്യമായിട്ട് തോന്നുന്നത് ഏതായിരിക്കും ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട്? അത് പെട്ടെന്ന് അങ്ങനെ ഒരാളെ പിക്ക് ചെയ്യാൻ പറ്റില്ല. അത് എന്നാലും ഒരു പേര് പറ. ഒരു പേരല്ലേ പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതാണ് നമുക്കിതൊന്ന് ഒരു ഇതിന്റെ സെറ്റിങ്സ് നമുക്കൊരു കുറച്ച് കാലം പിന്നിലേക്ക് മാറ്റാം. ഒരു ഇങ്ങനൊരു സിനിമ ഒരു ലേറ്റ് 90s-ലോ 2000 early 2000-ലോ നടന്നുവന്നിരിക്കട്ടെ. അപ്പം നിങ്ങളുടെ മൈൻഡിൽ ഈ കാസ്റ്റ് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് നിങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ഏർലി 2000s അല്ലെങ്കിൽ ലേറ്റ് 90s കിട്ടില്ല. പെട്ടെന്ന് 90s അല്ലേ ഏലിയൻ. എനിക്ക് പെട്ടെന്ന് സാക്ഷാൽ ശ്രീമൻ ചാത്തുണ്ണി ഓർമ്മ വന്നു. അതില് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ സാറ് അല്ലേ പുള്ളി ചിലപ്പോ ഏലിയനൊക്കെ ആയിട്ട് പൊന്നിക്കരയൊക്കെ പോലെ വേറൊരു സാധനം പിടിക്കാൻ ഈ സെയിം കോമഡി ആണെങ്കിലും വിക്കിയുടെ ക്യാരക്ടർ സെറ്റിലുള്ള ആരായാലും അത് ചിലപ്പോ ഹരിശ്രീ അശോകനും ദിലീപും അത് ആരാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ഇത് മാറും. ഇപ്പം ഇന്നസെന്റ് ചേട്ടൻ എന്ന് പറഞ്ഞപ്പോ ഈ വേറൊരു പിക്ചറായിട്ട്, ഇപ്പം അൽത്താഫ് കേന്ദ്രൻ ചേട്ടൻ എന്ന് പറഞ്ഞപ്പോ ഇതിന് വേറൊരു ഇതാണ്. നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ജഗദീഷ് സാറിനെങ്കിൽ
എനിക്ക് പെട്ടെന്ന് കുഞ്ചൻ ചേട്ടൻ ഓർമ്മ വന്നു മറ്റേതിലെ മുട്ട. പുള്ളി ഒരു ഏലിയൻ സാധനമൊക്കെ പിടിച്ചിട്ട് ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ പിടിച്ച ചിലപ്പോൾ രസം ഉണ്ടായേനെ. വൈബ് ഏലിയൻ ആവും അത്. വേറൊരു വേറൊരു ലെവലുള്ള സാധനം. ഏലിയൻ ആയേനെ. അത് ശരിയാണ്. ഒരു ഇതും ഇല്ലാത്ത ഒരാൾ വന്ന് പെടുന്ന പോലൊക്കെ അതാ ആ സാധനം പറഞ്ഞപ്പോ അർബൻ സാധനം. ഇനി നാട്ടമ്പുറത്താണ് ശങ്കരാടി ചേട്ടൻ ചെയ്തിരുന്നത് ചിലപ്പോ അടിപൊളിയാവും. വേറൊരു അതെ, variety alien ആണ്. അല്ലേ? വെറൈറ്റി ആയത്. ആ. ഇപ്പൊ ഈ ഏലിയനായിട്ടും ആ ക്യാരക്ടറിന് ഒരു പ്രത്യേക ലുക്ക് ഉണ്ട് അതിന്. അതായിട്ട് ഒരു പ്രത്യേക തയ്യാറെടുപ്പോ അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? പ്രിപ്പറേഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതോ പ്രിപ്പറേഷൻ അല്ല, നമ്മുടെ വേഷവിധാനം ഒക്കെ വേറെ ആയിരുന്നു. എന്നിട്ട് നമുക്കൊരു ഒരു ഒരു എന്താണ് ബോഡി സ്യൂട്ട് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ചെവി ഉണ്ടായിരുന്നു, പിന്നെ ഹെയർ ഒക്കെ ഫുൾ മേലേക്കാക്കി അങ്ങനത്തെ കുറച്ച് കൈ ഉണ്ടായിരുന്നു, കാല് കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാലില് ഒരു ഇതുണ്ടായിരുന്നു, പ്രോസ്തറ്റിക്സ്, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അത് എല്ലാ ദിവസവും ഉണ്ടായില്ല, ചില ദിവസങ്ങളിൽ മാത്രം. ഇപ്പൊ അൽത്താഫിന്റെ ലുക്ക് പോലെ തന്നെയാണ് മറ്റേ അജു വർഗീസിന്റെ ക്യാരക്ടറിന്റെ ഒരു ഇത്. ഇപ്പൊ ഈ രണ്ടുപേരുടെയും ഈ ലുക്കിൽ കണ്ടപ്പോ ഒരു ടീമിന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഈ ലുക്കിൽ അവർ വരുന്ന കാണുമ്പോൾ ഭയങ്കര ഇതാണ്. നമുക്കത് മൊത്തം ടീമിന് ഭയങ്കര എക്സൈറ്റിംഗ് ആവുന്ന മൊമെന്റ്സ് ചെയ്താക്കി. ഇവര് കാരവനിന്ന് ഫസ്റ്റ് ടൈം ഇറങ്ങി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അജിച്ചേട്ടൻ്റെ ആയാലും തഫ്കയുടെ ആയാലും അത് മൊത്തത്തിൽ ടീമിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, വി ആർ ഡൂയിങ് സംതിങ് ഡിഫറെന്റ് എന്നുള്ളൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഭയങ്കരമായിട്ട് യൂസ് ആയിട്ടുണ്ട്. എല്ലാവർക്കും വേറെ വേറെ കോസ്റ്റ്യൂംസും ഒക്കെ ഉണ്ട്. ഇപ്പൊ അജിച്ചേട്ടനായാലും സോ ഓരോ ലുക്കിൽ വരുമ്പോഴും ആ ഒരു ശിക്കാരി ശംഭു ജമ്പനും തുമ്പനും ഒക്കെ ഫീൽ വരുന്ന സാധനം. അജു വർഗീസിന്റെ കൂടെ കുറെ പടങ്ങൾ വർക്ക് ചെയ്യും. നിങ്ങളുടെ ആ കോംബോ ഭയങ്കര എന്നുവെച്ചാൽ കൊടുക്കുക വാങ്ങുക എന്നുള്ള കോമഡിയുടെ ബേസിക് സാധനം നല്ലപോലെ നടന്നു പോകുന്നൊരു പേരാണ് നിങ്ങൾ രണ്ടുപേരും. പുള്ളി പുതിയൊരു മേക്ക് ഓവറിൽ കണ്ടപ്പോൾ എന്തായിരുന്നു ആ ഒരു ഇപ്പോഴത്തെ ഒരു അജു വർഗീസിന്റെ ഒരു കോമഡി ടൈമിങ് പരിപാടിയൊക്കെ മാറിയിട്ടുണ്ടോ? എന്തോ ഒരു അഭിനയത്തിന്റെ സ്റ്റൈലൊക്കെ മാറിയതുപോലെ തോന്നുന്നു. ഞങ്ങള് കൂട്ടുകാരായിട്ട് ചെയ്തിട്ടുണ്ട്, ബ്രദേഴ്സായിട്ട് ചെയ്ത്, ഇപ്പം ഓപ്പോസിറ്റ് പുള്ളിയാണെങ്കിൽ അത് വില്ലൻ. അപ്പൊ അത് ഒരു പ്രശ്നസായിരുന്നു. നമ്മൾ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ അജുവേട്ടനെ അങ്ങോട്ട് ചോദിക്കുക ചെയ്തത്, ഇൻട്രസ്റ്റഡ് ചെയ്യാം. ഐ മീൻ ഹി വാസ് ഓൾറെഡി ഇൻ. പിന്നെ ആ മൊട്ട ലുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയി നമുക്ക്. അത് അജുവേട്ടനെ നമ്മളിതുവരെ കാണാത്ത ഒരു രൂപത്തിൽ കിട്ടി. ഒരു കോമിക് ബുക്ക് ക്യാരക്ടർ പോലെ തന്നെ ഉണ്ട് കാണാൻ. നേരിട്ട് ബാലരമ എക്സാക്ട്ലി, അതെ അതെ. അപ്പൊ അത് ടൈഗർ തമ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് സീനുകൾ ആളുകൾ ശരിക്കും കുറച്ചധികം ആസ്വദിക്കാൻ സാധ്യതയുള്ള ഹ്യൂമറും ഉണ്ട്, രണ്ടും ഉള്ള പരിപാടിയാണ്. കുറച്ച് ടെററുമാണ് എന്നാൽ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു അടുത്തിടെയായിട്ട് പുള്ളി ഇച്ചിരി സീരിയസ് സാധനങ്ങൾ നല്ലപോലെ പെർഫോം ചെയ്യുകയും നല്ല അഭിപ്രായം നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ചേഞ്ചില്ല ആക്ടേഴ്സ്. നമ്മൾ ചൂസ് ചെയ്തു ഒരു കാസ്റ്റിങ്ങിന് ഇദ്ദേഹമാണ് ഇത് ചെയ്യുന്നത്, ഈ വേഷം ചെയ്യുന്നതെന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ ശേഷം ആ ഒരു ഗ്യാപ്പ് സിനിമയ്ക്ക് വരുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫ് മാറുന്നത് ആ സിനിമ എത്രമാത്രം ഉപകരിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ? ആസ് ആൻ ആക്ടർ പുള്ളികൾ മാറുന്നു. ഇപ്പം അജുവിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞോളൂ ഞാൻ. അത് ആക്ച്വലി ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും ചിലപ്പോൾ നമുക്ക്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അജിച്ചേട്ടൻ കുറച്ച് സീരിയസ് റോൾ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് നമ്മുടെ പടത്തിൽ വന്നിട്ട് പുള്ളി ആ ഒരു ഹ്യൂമർ സാധനം ചെയ്യുന്നത്. അപ്പോൾ ആളുകൾക്ക് അതിലും ഒരു പുതുമ തോന്നും, അല്ലെങ്കിൽ ഓക്കെ ബാക്കിയുള്ളതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. അപ്പം അത് സിനിമയ്ക്ക് എന്ത് വന്നാലും ഗുണം ചെയ്യുന്നതാണ്. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ എനിക്കത് കഴിഞ്ഞ വർഷമാണ് അത് വന്നത്. അതിൽ ഒരു ഡയലോഗ് പറയുന്നുള്ളത് ഇതിൻ്റെ എനിക്കൊന്ന് ക്യാരക്ടർ വൈസ് ഉള്ള സാധനം അല്ലാന്ന് തോന്നുന്നു. അത് ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് സാധനത്തിൽ പറയുന്നൊരു ഡയലോഗ്, പക്ഷേ ഭയങ്കര രസമുണ്ടായിരുന്നു. ഇനി കുറച്ച് പുതിയ കൂട്ടുകാരെ കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ. അപ്പം ഈ ഏലിയൻ്റെ ഒരു സാധനം അല്ലാതെ അതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കുറച്ച് പുതിയ സെറ്റ് ഓഫ് ആളുകൾ അല്ലെങ്കിൽ കൂട്ടുകാർ വേണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്കൊക്കെ? തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നാറുണ്ടായ സാരി പഴയ കൂട്ടുകാരെ ബോറടിച്ചോണ്ട് അങ്ങനെയൊന്നുമില്ല. Basically, it's always interesting to meet new people. I like to meet new people and make new friendships. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു സർക്കിളിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആവാതെ നമ്മൾ അവിടെ ഇങ്ങനെ കിടക്കും. നമ്മളുടെ കാര്യങ്ങളോടുള്ള മനോഭാവവും എന്താ പറയുക, ഒരു വേൾഡിനോടുള്ള അപ്രോച്ചും ഒക്കെ നമ്മളൊരു കാലഘട്ടത്തിൽ സ്റ്റക്ക് എന്ന് പറയാം. അയാൾ ആ ജനറേഷനിൽ സ്റ്റക്ക്. അപ്പോൾ എപ്പോഴും പുതിയ സൗഹൃദങ്ങളും പുതിയ പേഴ്സ്പെക്റ്റീവ്സും
നമുക്ക് പുതിയ ചില കാര്യങ്ങളോടുള്ള ഡിഫറെന്റ് അപ്രോച്ചുകളൊക്കെ നമുക്ക് ഉണ്ടാക്കും. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനും അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലാവർക്കും അങ്ങനെയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഓക്കെ, അൽത്താഫിന്റെ കാര്യത്തിൽ അൽത്താഫ് എപ്പോഴും നമ്മൾ കാണുമ്പോഴൊക്കെ അൽത്താഫ് ഭയങ്കര മിതമായി സംസാരിക്കുകയും അങ്ങനെ ഭയങ്കര ഇൻട്രോവേർട്ട് എന്ന് തോന്നുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ സ്ക്രീനിൽ വരുമ്പോൾ അത് നേരെ ഉൾട്ടയാണ്. അൽത്താഫിന് എങ്ങനെയാണ് ഈ ഫ്രണ്ട്ഷിപ്പ് പരിപാടി? ഫ്രണ്ട്ഷിപ്പ് ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ എന്ത് കാര്യത്തിലാണെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. പുതിയ ആളുകളെ മീറ്റ് ചെയ്യുന്നുണ്ടെന്നും തെറ്റൊന്നുമില്ല. അതിനു വേണ്ടി ഒരു ഫ്രണ്ട് ആവാൻ വേണ്ടി എഫേർട്ട് ഇടുന്നില്ല. ഓർഗാനിക്കലി അത് സംഭവിക്കുകയാണെങ്കിൽ നന്നാവും എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരാളാണ്. അല്ലാതെ അതിനു വേണ്ടി ഫ്രണ്ട് ആക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി തിരിക്കുകയൊന്നുമില്ല. നമുക്ക് സൗഹൃദം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇല്ല. ഇപ്പൊ ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചാകുമ്പോൾ അത് ഭയങ്കര നമ്മുടെ സ്ട്രെങ്തും കൂടാണ്. അത് നമ്മുടെ സൗഹൃദങ്ങൾ, നമുക്ക് വരാനിരിക്കുന്ന സൗഹൃദങ്ങളെല്ലാം പുതിയൊരാള് എപ്പോഴും നമുക്ക് ഒരു ആഡ് ഓൺ ആണ് നമ്മുടെ ലൈഫിൽ. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കരിയറിലെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് ബേസിക്കലി എനിക്കുള്ള സുഹൃത്തുക്കൾ എൻ്റെ സ്കൂൾ കോളേജ് മുതലുള്ള സുഹൃത്തുക്കൾ തന്നെയാണ്. എനിക്കുള്ള സുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയ്ക്ക് പുറത്താണ്. സിനിമയിൽ എനിക്ക് പുതിയ ആൾക്കാരായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഈ പറഞ്ഞ പോലെ ഫ്രഷ് പെർസ്പെക്റ്റീവ്സ് ഒക്കെ കിട്ടും. ബട്ട് ലൈഫിലോട്ട് വരുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ബിൽഡ് ചെയ്യാനുള്ളൊരു സമയം ചിലപ്പോൾ നമുക്ക് വർക്കിൽ നിന്ന് കിട്ടണമെന്നില്ല. എനിക്കത് പേഴ്സണലി എനിക്ക് അങ്ങനെ സിനിമയിൽ സുഹൃത്തുക്കൾ വളരെ കുറവാണ്. ബട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് പുതിയ ആളുകളിലൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഈ ഇതിൻ്റെ ഒരു ഗ്ലിംസിൽ പറയുന്ന വേറൊരു ഡയലോഗും കൂടെ ഉണ്ട്, വിക്കി എന്ന് പറയുന്ന ക്യാരക്ടറാണ്, എനിക്കൊരു സെക്കൻഡ് ചാൻസ് വേണം എന്ന് പറയുന്നത്. കരിയറിൽ അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് എനിക്കത് ഒന്നും കൂടെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയിരുന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായും പ്ലൂട്ടോ തന്നെ എൻ്റെ സെക്കൻഡ് ചാൻസ് ആണ് ആഫ്റ്റർ മൈ ഫസ്റ്റ് ഫിലിം. അങ്ങനെയാണ് ആക്ച്വലി ടീച്ചറിലെ ഇത് വരുന്നത്. അതിന്റെ പിന്നിൽ അങ്ങനെ ഒരു ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായും നമുക്ക് സെക്കൻഡ് ചാൻസ് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം നമ്മൾ അതിനു വേണ്ടിയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കോ അങ്ങനെ എങ്ങനെ തോന്നിയിട്ടുണ്ടോ? നോട്ട് നെസസറിലി. അൽത്താഫിനും ഇല്ല, എനിക്ക് അങ്ങനെ ഇല്ല. ഇപ്പൊ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല സെക്കൻഡ് ചാൻസ്. ഇപ്പൊ ആദ്യത്തെ ഇതിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും അപാധകളോ മിസ്റ്റേക്സോ വന്നാൽ അത് മനസ്സിലാക്കുക, അത് കഴിഞ്ഞിട്ട് അടുത്തിലോട്ട് മൂവ് ഓൺ ചെയ്യുക എന്നില്ല. അടുത്തതിൽ അത് കൊണ്ടുവരിക. അടുത്തതിൽ അത് കൊണ്ടുവരാന്നല്ല, അതൊരു ബെറ്റർ ആക്കാന്നുള്ളൊരു ഇത് മാത്രമാണ്. നമുക്കത് വീണ്ടും റീഡൂ ചെയ്യാനുള്ളൊരു താല്പര്യമൊന്നുമില്ല. ആഷിക അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് അല്ല, അല്ല അങ്ങനെ ഇപ്പൊ പഴയ കാര്യങ്ങൾ തിരുത്തി അങ്ങനെയൊന്നും ഇതുവരെ മതി. സെക്കൻഡ് വേണ്ട, ഒത്തിരി ചാൻസസ് കിട്ടട്ടെ. അതിൽ നമുക്ക് Second chance is not always about redoing something. It's also about doing something new. ഇപ്പം ഈ OTT-യുടെ ഒക്കെ അതിഭീകരമായിട്ട് അതിൻ്റെ ഇൻഫ്ലുവൻസ് അല്ല, അത് കാണാൻ ആഗ്രഹിക്കുന്ന വലിയൊരു ഓഡിയൻസ് OTT-ക്കും അങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളുണ്ട്. നമ്മൾ തിയേറ്ററുകളിലേക്ക് ഒരു സിനിമ എത്തിക്കുമ്പോൾ ഈ OTT സത്യം പറഞ്ഞ ഒരു പേടിയായിട്ട് കിടപ്പുണ്ടോ ഒരു ക്രിയേറ്ററിന്, ഒരു ആർട്ടിസ്റ്റിന്? ഇല്ല, അങ്ങനെ ഇല്ല. രണ്ടും ഒരേ മീഡിയമാണ്. നമ്മൾ എയിം ചെയ്യണത് ബിഗ് സ്ക്രീനാണ്. അത് കഴിഞ്ഞിട്ട് നല്ല റണ്ണാണെങ്കിൽ നമ്മളത് OTT-ൽ വന്നു കഴിഞ്ഞാൽ അത് ഗ്ലോബൽ ഓഡിയൻസിന്റെ മുന്നോട്ടും കൂടി എത്തും. രണ്ടും ഓഡിയൻസ് വൈഡർ ആവും. അതെ, നമ്മുടെ സിനിമ കേരളത്തിന് പുറത്തുള്ള എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്നില്ല. പക്ഷെ OTT-ൽ വരുന്ന സമയത്ത് അവർ അത് കുറച്ചും കൂടി കാണാനുള്ള ചാൻസസ് കൂടുതലാണ്, വൈഡർ ഓഡിയൻസിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഓടും കുതിര ചാടും കുതിര എന്ന അൽത്താഫിന്റെ പടം, അത് എനിക്ക് തോന്നുന്നു OTT വന്ന ആദ്യ മണിക്കൂറുകൾ മുതൽ അതിനെപ്പറ്റി പറയാത്തവരില്ല. അതിൻ്റെ ഡയലോഗുകളെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ബ്രില്യൻസുകളെ പറ്റിയൊക്കെ വളരെ രീതിയിലുള്ളൊരു ചർച്ച വന്നൊരു സാധനമാണ്. പ്രത്യേകിച്ച് ലാൽ കഥാപാത്രം, അതിൻ്റെ ടീഷർട്ടിനെ പറ്റി വരെ എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ ഓരോ സീനിൽ ഉപയോഗിച്ച ടീഷർട്ടിനെ പറ്റി വരെ ഇത് പോസ്റ്ററുകളും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനൊരു ഇതുണ്ടാവും, അതായത് തിയേറ്ററിൽ നമുക്ക് ആ പ്രതീക്ഷ ഹൈ ഇല്ല. അത് ഓരോ സിനിമയുടെയും ഒരു ടൈമിൻ്റെയും അത് ഇപ്പം നമുക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും അതിൻ്റെ റിസൾട്ട് ബിഗ് സ്ക്രീനിൽ വരും. അത് ഓരോ സമയത്തും വേറെ വേറെ ആയിരിക്കും, ഓഡിയൻസിൻ്റെ ഇത് മാറിക്കൊണ്ടിരിക്കും. അത് OTT-ൽ വന്നു കഴിയുമ്പോൾ അത് കുറച്ചുകൂടി എക്സ്പോഷർ കിട്ടും, അപ്പോൾ കുറേ ഓഡിയൻസിലോട്ട് എത്തും. അത് അങ്ങനെ ഇന്നൊരു കാരണം എന്നൊന്നും പറയാൻ പറ്റില്ല.
ഈ തിയേറ്ററിൽ ഇപ്പം ഒരു പടത്തിനെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് തന്നെ എത്തണം എന്നില്ല ഫസ്റ്റ് ഫ്യൂ ഡേയ്സിൽ. പക്ഷെ OTT-ലാകുമ്പോൾ ആ ഓഡിയൻസിലേക്ക് നമ്മുടെ സിനിമ എത്തുന്നു. സോ കുറച്ചും കൂടി അതിന് ഇഷ്ടമുള്ള ആളുകളിലേക്ക് എത്താൻ ഈസിയാണെന്ന് തോന്നുന്നു. ടേസ്റ്റ് അനുസരിച്ചുള്ള റെക്കമെൻഡേഷൻ ആയിട്ട് അതെ, വരിക. ഇപ്പം ഈ സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റൂടെ നമ്മൾ കാര്യമായിട്ട് നോക്കണം എന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു സമയത്ത് മ്യൂസിക് ഭയങ്കരമായിട്ട് ഫേവർ ചെയ്യുന്നുണ്ട് ഒരു സിനിമയുടെ സക്സസിനെ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സൗണ്ടിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആൽബം എങ്ങനെയുള്ള രീതിയിലായിരിക്കും, അതിനെപ്പറ്റി ഒന്ന്. ഇതിന് ഈ പറഞ്ഞ പോലെ അർക്കാഡോ ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. നീരജ് ബ്രോ പാടിയിട്ടുണ്ട്, ലിറിക്സ് എഴുതിയിട്ടുണ്ട്, അതുപോലെ പുള്ളിയുടെ പാട്ടും ഉണ്ട്. നമ്മൾ ബേസിക്കലി ഒരു സൗണ്ട് സ്കേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. സൗണ്ടിൽ ഒരു വേൾഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൗണ്ടിലായാലും മ്യൂസിക്കും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു വേൾഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പൊതുവെ മ്യൂസിക്കലി കഥ പറയാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പോൾ ആവറേജ് അമ്പിളി ആയാലും സോങ്സ് ഉള്ള ഒരു യൂട്യൂബ് വെബ് സീരീസ് ആണ് ആവറേജ് അമ്പിളി. അപ്പോൾ എനിക്ക് പൊതുവെ അങ്ങനെ കഥ പറയുന്നതും ഭയങ്കര ഇഷ്ടമാണ്. സോ എല്ലാം കൂടെ ഒത്തു വന്ന സമയത്ത് ഇതിൽ അങ്ങനെ ഒരു പൊട്ടൻഷ്യലും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ മൊണ്ടാഷസിനും മ്യൂസിക്കിനും ഒക്കെയുള്ള സ്പേസസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ബിറ്റ്വീൻ ദ മൊമെന്റ്സ്. അപ്പോൾ അത് ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിന് ഇവരുടെ പാട്ടുകളായാലും മ്യൂസിക് ആയാലും അതിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് പടത്തെ. ഒരു റാപ്പ് കമ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ നീരജ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക? അത് ഓരോ പാട്ട് ഡിമാൻഡ് ചെയ്യുന്ന പോലെയാണല്ലോ. നമ്മൾ ഭയങ്കര തീവ്രമായിട്ടുള്ള ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ടിൽ ഉപയോഗിക്കാവുന്ന വാക്കുകളായിരിക്കില്ല ഒരു കോമഡി ആയിട്ടുള്ള ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സാധനം എഴുതുമ്പോൾ. അപ്പം ഇതിനകത്ത് പോണാൽ പൊട്ടും പോടാന്ന് പറയുന്നത് ഒരു കോമിക് സോങ് ആണ്. അപ്പം അതിനൊരു കോമിക് ബുക്കിൽ നമ്മൾ കാണുന്ന ബാലരമയിൽ വായിക്കുന്ന ഒരു പാട്ടിൻ്റെ ലാഘവത്തോടു കൂടി എഴുതിയ ഒരു പാട്ടാണ്. അപ്പം അത് അതേസമയം ഇപ്പോൾ സീൻ മോനെ എന്ന് പറഞ്ഞ പാട്ട് കുറച്ചുകൂടെ വേറെ കോണ്ടെക്സ്റ്റിൽ എഴുതിയ ഒരു സോങ്ങാണ്. എന്നാൽ അതിന് സ്ലാങ് വേർഡ്സ് ഉണ്ട്, എന്നാൽ കുറച്ചൊരു അപ്ലിഫ്റ്റിംഗ് ആംഗിൾ അതിനകത്തുണ്ട്. അപ്പം ഓരോന്നും നമ്മളത് ഡിമാൻഡ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് എനിക്ക് ഫ്ലെക്സിബിൾ ആവാനാണ് ഇഷ്ടം. ഇപ്പം അത് എഴുതിയ ആളാണോ ഇത് എഴുതിയ എന്ന് ചോദിക്കുന്ന അങ്ങനത്തെ കമ്പാരിസൺ ഉണ്ടല്ലോ. നമ്മളെപ്പോഴും തീവ്രമായിട്ടുള്ളതും മാത്രമേ എഴുതാവുള്ളൂ എന്ന് ഞാൻ ഇപ്പം ആക്ടർ എന്നുള്ള രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി അതേ രീതിയിൽ തന്നെ എഴുത്തിലും കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും തീവ്രമായ റോളുകൾ മാത്രമല്ലല്ലോ ചെയ്യുന്നത്. ഇത് ഭയങ്കര ലാഘവത്തോടു കൂടി എഴുതിയൊരു സോങ്ങാണ്. പിന്നെ ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്ന ആർക്കേഡോ ആയാലും നമ്മളുടെ ഒപ്പം ഒരുപാട് സോങ്ങുകൾ വർക്ക് ചെയ്തിട്ടുള്ള പണിവാളി എന്ന് പറഞ്ഞ സോങ്ങൊക്കെ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. പുള്ളി ആദ്യമായിട്ട് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഡയറക്ടർ ആക്കി ഇതിനകത്തായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പുള്ളി ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടർ ആയിരിക്കും. ഒരു എന്താ ഒരു പുതിയൊരു ഒരു ഇതായിരിക്കും മലയാള സിനിമയിൽ. ഒരു പുതിയ ഒരു സ്റ്റൈല് കൊണ്ടുവരും. അത് ഈ പടം അതിൻ്റെ ഭാഗമാകട്ടെ. എന്തായാലും ഫ്ലൂട്ടോയ്ക്ക് അതിൻ്റെ ടീമിന് ഇതൊരു പുതിയ അനുഭവമാകട്ടെ. എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.